ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. ഉയരങ്ങൾ കീഴടക്കി ഇന്ത്യൻ ഓഹരി വിപണി. ബെഞ്ച്മാർക്ക് സൂചികകളിൽ റെക്കോർഡ് നേട്ടം. സെൻസെക്സ് 1000 പോയിന്റ് ഉയർന്നു. നിഫ്റ്റി 22,300 മുകളിലെത്തി. പിന്തുണയായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ അതിവേഗ വളർച്ച. ഇന്ത്യൻ ഓഹരി വിപണിയിൽ നാളെ പ്രത്യേക വ്യാപാരം. നടപടി അപ്രതീക്ഷിത പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള റിക്കവറി സൈറ്റിന്റെ പരീക്ഷണത്തിനായി ഓഹരി ഡെറിവേറ്റീവ് വിഭാഗത്തിൽ 2 ഘട്ടമായി വ്യാപാരം നടക്കും. പേയ്മെന്റ് ബാങ്കുമായുള്ള ഇന്റർ കമ്പനി കരാറുകൾ അവസാനിപ്പിച്ച് പേടിഎം. നടപടി പേടിഎം വാലറ്റിലേക്കും ബാങ്കിലേക്കുമുള്ള നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിന് RBI വിലക്കിയതിനെ തുടർന്ന് പുതിയ ബാങ്കുകളുമായി സഹകരിക്കാൻ ആലോചന. HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, SBI എന്നിവയുമായി പേടിഎം ചർച്ചകൾ നടത്തി. വേനൽക്കാല വിളകൾക്കുള്ള വളങ്ങൾക്ക് സബ്സിഡി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പദ്ധതിക്കായി 24,420 കോടി രൂപ ചെലവഴിക്കും. NPS സ്കീമിലൂടെ 25ഓളം വളങ്ങൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യും. സേവന ഫീസ് നൽകാത്തതിന് ഇന്ത്യയിലെ 10 ആപ്പുകൾക്കെതിരെ നടപടിയുമായി ഗൂഗിൾ. പ്ലേ സ്റ്റോർ നയങ്ങൾ പാലിക്കുന്നുണ്ടെന്ന വാദവുമായി ഇൻഫോഎഡ്ജ്, മാട്രിമോണി.com തുടങ്ങിയ കമ്പനികൾ. ഗൂഗിളിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ മാട്രിമോണി, ഇൻഫോഎഡ്ജ് ഓഹരികളിൽ ഇടിവ്. ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. GDP വളർച്ചയുടെ പ്രതിഫലനം എന്ന പോലെ ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് പുതിയ റെക്കോർഡുകൾ കീഴടക്കിയിരിക്കുന്നു. വിപണിയിൽ ഇന്ന് ശക്തമായ വാങ്ങലുകളാണ് നടന്നത്. IT, ടെക്, ഹെൽത്ത് കെയർ സ്റ്റോക്കുകൾ ഒഴികെയുള്ള മിക്ക മേഖലകളും ഗ്രീൻ സോണിലാണ്. മെറ്റലും പൊതുമേഖലാ ബാങ്കുകളുമാണ് ഇന്ന് ഓഹരി വിപണിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഓഹരികൾ. ഏകദേശം 2% നേട്ടമാണ് ഈ പബ്ലിക് സെക്ടർ ബാങ്കുകളിലും അതുപോലെ തന്നെ മെറ്റൽ ഓഹരികളിലൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇനി സൂചികകളിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ നിഫ്റ്റിയിൽ ഒരു റെക്കോർഡ്, ഓൾ ടൈം റെക്കോർഡാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഇന്ന് നിലവിൽ 22,317 പോയിന്റ്, 334 പോയിന്റ് ഉണർവിൽ 22,317 പോയിന്റിലാണ് നിഫ്റ്റിയിൽ ഇന്ന് വ്യാപാരം നടക്കുന്നത്. ഇന്ന് ഏറ്റവും ഹയസ്റ്റ് വന്ന പോയിന്റ് 22,321. ഈ 22,300 ക്രോസ് ചെയ്താണ് ഇന്ന് ഓൾ ടൈം റെക്കോർഡ് ഇന്ന് നിഫ്റ്റി സ്വന്തമാക്കിയിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലും നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികളിലൊക്കെ തന്നെ ഒരു നേട്ടം ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. നിഫ്റ്റി ബാങ്കിൽ 907 പോയിന്റ് നേട്ടത്തിൽ 47,028 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ പബ്ലിക് ബാങ്കുകളുടെയൊക്കെ ഒരു ഉറച്ച പിന്തുണ നിഫ്റ്റി ബാങ്കിനുണ്ടെന്ന് തന്നെ പറയാം. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലേക്ക് വരികയാണെങ്കിലും അവിടെയും 349 പോയിന്റ് നേട്ടത്തിൽ 20,756 പോയിന്റ് നേട്ടത്തിലാണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലും വ്യാപാരം നടക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിന്റെ ഇന്ന് 1000 പോയിന്റ് ഉണർവിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. സെൻസെക്സിൽ നിലവിൽ 1,268 പോയിന്റ് നേട്ടത്തിൽ 73,668 പോയിന്റിലാണ് സെൻസെക്സിലും വ്യാപാരം നടക്കുന്നത്. അവിടെയും ഇന്നൊരു റെക്കോർഡ് നേട്ടം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു എന്ന് തന്നെ പറയാം. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായെത്തുന്നത്. ഇന്ന് വ്യാപാരം ഇന്ത്യൻ ഓഹരി വിപണിയെ സംബന്ധിച്ച് വലിയൊരു റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയ ദിവസമാണ്. ആ നേട്ടത്തിന് പിന്നിലെ ഘടകങ്ങൾ GDP ഡേറ്റകളും അതുപോലെ തന്നെ അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറച്ചേക്കുമെന്നൊക്കെ സൂചനയാണോ? മറ്റൊന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം, നാളെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഒക്കെ തന്നെ ഒരു പ്രത്യേക ട്രേഡിംഗ് സെഷൻ നടക്കുകയാണെന്ന് അറിഞ്ഞു. എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡിസാസ്റ്റർ റിക്കവറി സൈറ്റ് സ്വിച്ച്? അതിന്റെ പ്രാധാന്യവും ആ സെഷനിലെ വ്യാപാരവും ഏത് രീതിയിലുള്ളതായിരിക്കും? ഗുഡ് ആഫ്റ്റർനൂൺ സൂര്യ. ഇന്ന് നമുക്ക് മാർക്കറ്റിലെ ഒരു ന്യൂ ഹൈ എടുത്തു. 22,300 ക്രോസ് ചെയ്തു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെ. കാലത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു 22,300 ലെവലാണ് അടുത്ത ഒരു റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ ലെവൽ കട്ട് ചെയ്ത് സ്വല്പം കയറിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. മാർക്കറ്റ് മുന്നോട്ട് തന്നെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. പ്രധാനമായിട്ട് ഗ്ലോബൽ ക്രൂസ് പോസിറ്റീവായിരുന്നു. അതിൻ്റെ കൂടെ GDP ഗ്രോത്ത് റേറ്റും നല്ല രീതിയിൽ 8.4 പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറമായിട്ട് വന്നു. പിന്നെ പുതിയ ഒരു ഫ്യൂച്ചേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇതെല്ലാം നല്ല പോസിറ്റീവ് ഘടകങ്ങളായിട്ട് മാർക്കറ്റ് യോജിച്ചു വന്നു എന്നുള്ളതാണ് ഒരു കാര്യം. നാളെ NSEയുടെ ഡിസാസ്റ്റർ വിങ്ങിൻ്റെ ഒരു ടെസ്റ്റിംഗ് ആണ് നടത്തുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ മെയിൻ സെർവറിൽ എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ
ട്രേഡിങ്ങിന് അത് കൂടുതൽ സമയം ട്രേഡിങ്ങിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ അപ്പോൾ തന്നെ അവർ അടുത്ത ഡിസാസ്റ്റർ സെർവറായിട്ടുള്ള മറ്റൊരെണ്ണം കൂടി എക്വിപ്പ് ചെയ്ത് കറക്റ്റായിട്ട് നിർത്തിയിരിക്കും. അപ്പോൾ എന്തെങ്കിലും മെയിൻ സെർവറിൽ പ്രോബ്ലം വരികയാണെങ്കിൽ അപ്പോൾ തന്നെ ഡിസാസ്റ്ററിലേക്ക് മാറ്റി അവർ ട്രേഡിങ്ങിന് ഒരു വിഘ്നം കൂടാതെ കൊണ്ടു നടക്കാൻ വേണ്ടിയാണ് NSE അത്തരത്തിലുള്ള ഒരു കേന്ദ്രം കൂടി ഒരുക്കി അതിൻ്റെ ഒരു ടെസ്റ്റിംഗ് ആണ് നാളെ പകൽ നടക്കുന്നത്. അതൊരു ടെസ്റ്റിംഗ് എന്നുള്ളതേ ഉള്ളൂ. അതിനുവേണ്ടി 1.5 മണിക്കൂർ ഒക്കെ വീതമുള്ള 1-2-3 സെഷനായിട്ടാണ് അവർ അത് ചെയ്തിരിക്കുന്നത്, പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതൊരു എന്താ പറയുക, ടെസ്റ്റിംഗ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നന്ദി. ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. ഏതായാലും റെക്കോർഡൊക്കെ തന്നെ കീഴടക്കിയാണ് ഇന്ത്യൻ ഓഹരി വിപണി. ഇന്ത്യൻ GDP കണക്കുകൾക്കൊപ്പം തന്നെ US ഫെഡറൽ നിരക്ക് വെട്ടിക്കുറയ്ക്കാനുള്ള വാദങ്ങളും ശക്തി പ്രാപിക്കുന്നുണ്ട്. വിപണി ഇതെല്ലാം തന്നെ സ്വാധീനിക്കുന്നവയാണ്. ഓഹരി വിപണി പുതിയ റെക്കോർഡിന് വീണ്ടും സാക്ഷ്യം വഹിക്കുമോ എന്നും അറിയേണ്ടതുണ്ട്. കൂടുതൽ വിപണി വാർത്തകളുമായി വൈകിട്ട് ക്ലോസിംഗ് ബെല്ലിൽ 4:45 കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.